കർഷകമിത്രം ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ചാമ്പ വെറൈറ്റിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ദൽഹരി എന്നാണ് ഈ ചാമ്പയുടെ പേര്. ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ്. അതുപോലെ നമ്മുടെ നാട്ടിലും ഇത് നന്നായിട്ട് വളരുകയും ചെയ്യും. അതുപോലെ നല്ല രീതിയിൽ കായുണ്ടാവുകയും ചെയ്യും. ഏകദേശം 2 വർഷത്തോളമായി ഞാൻ ഈ ചാമ്പ നട്ടിട്ട് ഇപ്പോഴാണ് ഈ വർഷമാണ് ഇത് ആദ്യമായിട്ട് കായുണ്ടായത്. ഇത് പല പ്രാവശ്യമായിട്ടാണ് പൂക്കുന്നത്. ആദ്യം പൂത്തതൊക്കെ പൂത്ത് പഴമായി മാറിയിരുന്നു, മൂത്ത് പഴുത്തു. രണ്ടാമത് പൂത്തത് ഇപ്പോൾ കായായി, വീണ്ടും പൂവുണ്ട്, അതുപോലെ തന്നെ മുട്ടുകളും ഉണ്ട്, നന്നായിട്ട് പൂത്തിട്ടുണ്ട്. മറ്റുള്ള ചാമ്പകൾ ഇപ്പോൾ ബാലി ചാമ്പ അല്ലെങ്കിൽ ഉമ്മർ ചാമ്പേനൊക്കെ അപേക്ഷിച്ച് ഇത് പഴുത്ത് കിട്ടാൻ കുറച്ച് കൂടുതൽ സമയം വേണം. ഇത് ശരിക്കും പഴുപ്പായിട്ടില്ല. കാരണം ഇത് ഒരു 10-12 ദിവസം കൂടി കഴിഞ്ഞാലാണ് നല്ല പഴുപ്പാവുള്ളൂ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് പൂർണ്ണ രൂപത്തിൽ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇത് പാടത്തോട്ട് ചാഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ പഴുപ്പിക്കാൻ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറിച്ചു. ഇത് ഇപ്പോൾ തന്നെ സാമാന്യം നല്ല മധുരമുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു ഡ്രമ്മിലൊക്കെ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ നടുകയാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ചാമ്പയ്ക്ക ഉണ്ടാവും. ദിൽഹരിക്ക് ബാലിച്ചമ്പേനൊക്കെ അപേക്ഷിച്ച് കുറച്ചും കൂടി കട്ടി കൂടുതലാണ്. അതുപോലെ 1-2 സീഡും കാണുന്നുണ്ട്. ദിൽഹരിയുടെ ഉള്ളുവശവും വിദേശ രാജ്യങ്ങളിൽ ചില ഇനത്തിലൊക്കെ ഉള്ളിലും അതേ കളറ്, ആ പുറത്തെ കളർ തന്നെ അകവശത്തും കാണും. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് ഒരു ചെറിയൊരു ബോർഡർ പോലെ കാണുന്നുള്ളൂ. ഇതുപോലെ നന്നായിട്ട് കായ് പിടിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള തൈകളാണ് ഫ്രൂട്ട് ഫാർമേഴ്സ് കേരള എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴിക്ക് വിതരണം ചെയ്യുന്നത്. അതിൻ്റെ വിതരണ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏത് ചാമ്പയ്ക്കായാലും നല്ല വേനക്ക് ഉണ്ടാവണ മധുരം ഒരിക്കലും വർഷക്കാലത്ത് നമുക്ക് കിട്ടില്ല. ചാമ്പ ഉണ്ടായി വരുമ്പോൾ തന്നെ കിളികളുടെ ശല്യം ഭയങ്കരമായിരിക്കും. കിളികൾ വന്ന് കൊത്തിക്കളയും. അപ്പോൾ നമ്മളൊരു കവറിട്ട് നിർത്തിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.